ഹലോ, ഞാൻ ലിപിൻ. അപ്പൊ ഞാനിപ്പോ അതായത് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചേ. അത് വേറെ ഒന്നല്ല, ഒരു 7 മാസം മുമ്പ് നമ്മളൊരു ജോബ് ട്രൈ ചെയ്തായിരുന്നു. അതായത് ഞാൻ യൂട്യൂബ് ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ അതില് ഓരോരുത്തർ സ്പോൺസർ ചെയ്ത്, അത് ഡിവൈ ആയിരുന്നു സ്പോൺസർ ചെയ്തത്. അങ്ങനെ ഡിവൈ സ്പോൺസർ ചെയ്ത് ഒരു ജോളജിപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ട്രോള് അന്നേ ഇറങ്ങിയായിരുന്നു. ഞാൻ പിന്നെ അത് ഇത്ര ഞാൻ ചെയ്യേണ്ടിരുന്ന. പിന്നെ ഇന്നിപ്പോ യാദൃശ്ചികമായിട്ടൊന്ന് കണ്ടപ്പോ നല്ല ഒരു നല്ല നല്ല ട്രോളായി പോയി, നല്ല രസമായി പോയി. അത് കണ്ടിരുന്ന ഒട്ടും ലാഗും തോന്നാറില്ല, ലാഗും തോന്നില്ല, ഒരു മടുപ്പും തോന്നില്ല. എന്തായാലും ചെയ്തത് നല്ല. അവനിപ്പോ സ്ഥിരം യൂട്യൂബ് ലൈവിൽ വരാറുള്ള. അപ്പൊ എന്തായാലും ആ വീഡിയോ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചാ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്താ ട്രോൾസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടോ, എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ ഡോക്ടർ വോൾഫ് ട്രോൾസ്, ഇതാണ് അവന്റെ പേജ്, അവന്റെ യൂട്യൂബ് ചാനൽ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. Hi, welcome to Dr. Wolf Troll. ഞാൻ 7 മാസം മുമ്പുള്ള ഞാൻ ജോളജിപ്പ് ട്രൈ ചെയ്ത് കൊള്ളാം. അപ്പൊ എരിവുണ്ടാവട്ടോ, എരിവ് നല്ല എരിവുണ്ടാവും. പിന്നെ ജോളജിപ്പിന് എരിവുണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ ചോദിക്കായിരിക്കും, പക്ഷെ വിഷയമില്ല. എന്തായാലും ഞാൻ അന്ന് വെറുതെ വീഡിയോ ചെയ്തപ്പോ പറഞ്ഞോന്നുള്ളൂ. എന്തായാലും ജോളജിപ്പിന് എരിവുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ആദ്യം ഇത് കഴിക്കണ കാരണം അതൊന്നും അങ്ങനെ പറഞ്ഞ. കയ്യൊന്നും കണ്ണി തുറല്ലേ, കയ്യിലൊക്കെ ആയിട്ടുണ്ട്. കണ്ണി തുറന്ന കണ്ണൊക്കെ പോയി. കറക്റ്റ് ട്രോൾ ഇട്ടാ, അത് കറക്റ്റ് ഇതല്ലേ, സംശയം ഉണ്ടോ? 7 മുതലേ കൊള്ളാം. രചന എവിടെ? എല്ലാരും വാ വന്നിട്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാ രചന. അപ്പൊ രചന നമ്മള് ലൈവില് സ്ഥിരം വരാറുള്ള രചന. അതേപോലെ കുറെ പേരുണ്ട് സ്ഥിരം വരാറുള്ള രചന. ഞാൻ ഇപ്പൊ ഒരു വെള്ളം എടുക്കല്ല, ഒന്നും എടുക്കല്ല, ഒരു സാധനം എടുക്കല്ല. ട്രോള് കൃത്യമായിട്ട് ട്രോള് വന്നു. ആദ്യം ഇത് തിന്നാൻ പോവാ, തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഒന്നിച്ച് വായി വരണോ അതോ പകുതി പകുതിയായിട്ട് എടുക്കണോ. ജോളാച്ചി, ഇതൊരു ടൈം ബോംബാണ്. എഫക്ട് അറിയാൻ ടൈം എടുക്കും. എടാ ഞാൻ നേരത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ചെറുതായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം തിന്നപ്പോ വായിലൊരു മൊത്തം ഒരു പുകച്ചിലാണ്. അതെ, അവര് അതിന്റെ എഫക്ട് അങ്ങനെയാണ്, ഒരു ചെറിയൊരു പുകച്ചിലും കുറച്ച് എരിവൊക്കെ ഇത് നോക്കിക്കോ. ഇത് തിന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ണിന്റെ ഒക്കെ കാഴ്ച, കുറച്ച് ദിവസമല്ല കുറച്ച് സമയത്തേക്ക് കണ്ണിന്റെ കാഴ്ചക്ക് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല, പക്ഷെ സൗണ്ട് പോയായിരുന്നു. അത് ഈ വീഡിയോയിൽ പറയണ്ടില്ല. വന്നോ. അതേപോലെ തന്നെ വായില് പുക, പിന്നെ അങ്ങനെയൊക്കെയാണ് പറയണവര്. അറിയാം ധാരാളം കേട്ടിട്ടുണ്ട്. വെള്ളം എടുത്തു വെച്ചോ, വെള്ളം ഇത് കഴിഞ്ഞിട്ടേ ഞാൻ പോയി കുടിക്കുള്ളൂ. ഇപ്പൊ ഈ സംസാരിക്കുന്നത് ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഓരോരുത്തര് കമന്റ് ഇടുന്നതാണ് ഞാൻ ഇപ്പൊ ബസാത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞത്. കാരണം വെള്ളം ഒന്നും എടുത്തു വെച്ചിട്ടില്ല, വെള്ളം എടുത്തു വെച്ചിട്ടേ ഇല്ല. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? എടാ അതിനും മാത്രമൊന്നുമില്ലടാ, ഈ എരിവല്ലടാ. നമുക്ക് നോക്കാം. ഈ ജോളജിപ്പിനെ എനിക്ക് ഡിവൈ ആണ് സ്പോൺസർ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഡിവൈ ആണ് എനിക്ക് ജോളജിപ്പിനെ സ്പോൺസർ ചെയ്തത്. 1000 rupees. ഓക്കെ, ഡിവൈ ഓക്കെ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യും. ഇത് ഒടിക്കാണ്. ഒടിച്ചു ഒരു പീസ് ആദ്യം. അത് നിന്നപ്പോ എനിക്ക് എരിവൊന്നുമില്ല. എരിച്ചിലുണ്ട് കേട്ടോ. പക്ഷെ ഇത്രക്ക് എരിവൊന്നും ഉണ്ടായില്ല. ഇത്രക്ക് എരിവെന്ന് പറഞ്ഞാൽ അതല്ല, ഇത്രയും മുളക് തിന്നണ പോലത്തെ എരിവ് അത് ഓൺ ദ സ്പോട്ടിൽ എരിവ് വരില്ല. ഈ സാധനം ജോളജിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് എരിവ് വരുള്ളൂ. ഞാനാണെങ്കിൽ അതിന് പറയാം, ഞാനാണെങ്കിൽ അന്ന് ജോളജിപ്പ് കഴിച്ചപ്പോ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി.
സൗണ്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് പോവും. ആ ജോളജിപ്പ് വന്നു കഴിഞ്ഞാൽ സൗണ്ട് കുറച്ച് വരുമ്പേക്ക് ഒരു മാറ്റം വരും. അത് കറക്റ്റാണ്. സൗണ്ട് ഉണ്ടാവില്ല പറഞ്ഞ് കറക്റ്റാ. സൗണ്ട് പോയി. അവര് പറഞ്ഞ കറക്റ്റാ, സൗണ്ട് പോകുന്നു പറഞ്ഞു. അത് കറക്റ്റാ. പക്ഷെ അതിനുള്ളൊന്നും ഇല്ലടാ. എടാ ഇത് സത്യമായ കാര്യമാണോ അതോ വലിയ പീസ്, ആ വലിയ പീസ് കഴിച്ചാലേ എനിക്ക് പണി കിട്ടിയത്. വലിയ പീസ് കഴിച്ചാലും പണി കിട്ടിയതല്ല, അത് കഴിഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എരിവൊന്നുമില്ല. ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ. അതിനുള്ളതൊന്നും ഇല്ല. ഒരു ഇല്ല. കാണാ ഞാൻ പറഞ്ഞു. അയ്യേ, ഇത്ര വലിയ സംഭവമാണോ ജോളജിപ്പ് എന്ന് പറഞ്ഞത്? കാര്യം പറഞ്ഞാൽ അത് കഴിക്കുമ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, എനിക്ക് അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എരിവുണ്ടായിരുന്നു. ഞാനത് പെട്ടെന്ന് വിഴുങ്ങുകയും ചെയ്തു. പെട്ടെന്നല്ല, കുറച്ചു നേരം വയലിട്ട് കഴിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ വിഴുങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ആ സാധനത്തിന്റെ പണി കയറി വന്നത്. കാരണം അത് എന്തിട്ട് സ്ലോ പോയിസും പോലെ, അതായത് പതുക്കെ അതിന്റെ എരിവ് കയറി വരുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം അന്ന് ഞാൻ കഴിച്ചപ്പോ കുറച്ച് സീനായതാണ്. പിന്നെ നമ്മളുടെ ബോഡിയായിട്ട് കുഴപ്പമില്ല, അത് നല്ലോണം കുഴപ്പമില്ലാണ്ട് പോയി. അല്ലാണ്ട് ചെറിയ പിള്ളേര് അങ്ങനെ എല്ലാവരൊക്കെ ആണെങ്കിൽ എന്തായാലും റിയാക്ഷൻ ഉണ്ടായേനെ. അത് ആശുപത്രിയൊക്കെ പോകേണ്ട സംഭവമാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് പ്രോബ്ലം വന്നില്ല അതുകൊണ്ട്. പക്ഷെ ഒരു പുകച്ചില് വന്നുണ്ട് കേട്ടോ. വന്നുണ്ട്. കഴിഞ്ഞിട്ട് എഫക്റ്റ് ഒക്കെ ചെറുതായിട്ട് ചെറിയ രീതിയിലുണ്ട്, എരിവുണ്ട്. കണ്ട അത് ആ സമയത്ത് എരിവ് വരില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എരിവ് വരുള്ളൂ. ഞാൻ പറഞ്ഞ കറക്റ്റാ. ഞാൻ പറഞ്ഞ കറക്റ്റ് ഒന്നല്ല, പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ എരിവൊക്കെ വരുള്ളൂ. ആ എരിച്ചിലുണ്ട് കേട്ടോ. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇപ്പൊ ചെറുതായിട്ട് എരിച്ചിലുണ്ട്. കണ്ണീന്നൊക്കെ വെള്ളം വന്നുണ്ട്. കണ്ണീന്ന് വെള്ളം വന്നു. ഒരു തുള്ളി പോയി. ഫുള്ളും കഴിച്ചു. കണ്ണീന്ന് വെള്ളം വന്നിട്ട് ഒന്ന് പൊട്ടിക്കറിഞ്ഞോളൂ. പോളാ, ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വെള്ളം വന്നിട്ട്, കണ്ണീന്ന് വെള്ളം വന്നിട്ട്, എരിവ് ചെറുതായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പോയി ഒരു സാധനം കൊടുക്കട്ടെ, ഐസ്ക്രീം എടുക്കട്ടെ. ഐസ്ക്രീം എടുക്കാൻ പോയതാ. ഐസ്ക്രീം എടുക്കാൻ പോയതാ. കാരണം എനിക്കറിയായിരുന്നു എരിവ് എങ്ങാനും കൂടി കഴിഞ്ഞാൽ എന്തായാലും ഐസ്ക്രീം കൊണ്ടാ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടാണ് ഞാനത് കഴിച്ചത്. കാര്യം പറഞ്ഞ ഇതിന്റെ എരിവ് കയറുന്ന പറഞ്ഞാലേ അത് സ്ലോ പോയിസൺ പോലെ, അതായത് പതുക്കെയാണ് അതിന്റെ എരിവ് കയറുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. കാരണം ഞാൻ അവസാനം കഴിച്ചപ്പോ, ആ വലിയ പീസ് കഴിച്ചപ്പോ, ഞാനത് കുറെ നേരമായിട്ട് വായിലിട്ട് കഴിച്ചോണ്ടിരുന്നപ്പോ ഒന്നാമത്തെ ഈ സാധനത്തിന് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ആ ടേസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം കൂടി വായിൽ ഹോൾഡ് ചെയ്ത് വെച്ചാണ്. അപ്പോഴേക്കും അതിന്റെ എരിവ് കിട്ടിയാൽ കുത്തി കളയായിരുന്നു. ഇത് അങ്ങനെയല്ല. ഞാനത് അപ്പൊ തന്നെ ഞാനത് ചവച്ച് ഞാൻ വിഴുങ്ങിയതാണ്. വിഴുങ്ങിയതല്ല, ഞാൻ ഇറക്കി. ആ ഇറക്കിയപ്പോഴാണ് നമ്മുടെ വയറ്റിൽ കിടന്നൊരു പണി കിട്ടിയതിന്. കാരണം എരിവ് പതുക്കെ, കാരണം ഇതിലെന്താണ് പെപ്പറോ എന്തോ കാര്യങ്ങളാണ്. കാരണം അതിന്റെ കവറിൽ എഴുതിയിട്ടുണ്ട് എന്തോ പെപ്പറോ കാര്യങ്ങളാണ് ആ സാധനത്തില് വന്നിട്ടുണ്ട്. എന്തോ കൊറിയൻ പെപ്പറോ അങ്ങനെ കണ്ട് സംഭവം. അപ്പൊ അതിന്റെ എരിവ് പതുക്കെ കയറുള്ളൂ എന്ന് പറഞ്ഞാൽ. എന്തായാലും സംഭവം നല്ല കിട്ടുന്ന സംഭവം. പക്ഷെ ഞാൻ പറയാം, പിള്ളേർക്കൊന്നും വാങ്ങിക്കൊടുക്കാത്തത് നല്ലത്. വെറുതെ ടേസ്റ്റ് ചെയ്യുമ്പോഴും പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കരുത്. കാരണം അത് അമ്മാതിരി പണി കിട്ടും. എന്തായാലും കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാണ്. എന്തായാലും ഈ വീഡിയോ ചെയ്തത് നല്ല രസമായിട്ടുണ്ട്. ട്രോളും കാര്യങ്ങളും അതിന്റെ കറക്റ്റ് ആ മീറ്ററിൽ പിടിച്ചിട്ടുണ്ട് ട്രോൾ. അതായത് രസമായിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ വോൾഫേ കൊള്ളാം. അപ്പൊ ഇതൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചു, അത് ചെയ്തു, നിർത്തുന്നു. ശരി.